ഹൈന്ദവ പുരാണങ്ങളിലെ രാമായണം കടമയുടെയും സ്നേഹത്തിൻ്റെയും ഇരുട്ടിനുമേൽ ധർമ്മത്തിൻ്റെ വിജയത്തിൻ്റെയും ഇതിഹാസ ശ്ലോകമായി നിലകൊള്ളുന്നു. പ്രപഞ്ചത്തെ ജ്വലിപ്പിക്കുന്ന ഒരൊറ്റ പ്രവൃത്തിയാണ് അതിൻ്റെ ഹൃദയഭാഗത്തുള്ളത്: അയോധ്യയിലെ രാജ്ഞിയായ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയത്. ഈ നിമിഷം അഹങ്കാരവും ആഗ്രഹവും ജനിച്ചു രാമൻ്റെ ദിവ്യാന്വേഷണം, ലങ്കയിലെ യുദ്ധം, ദേവന്മാരെ ധിക്കരിക്കാൻ ധൈര്യപ്പെട്ട ഒരു അസുരരാജാവിൻ്റെ പതനം എന്നിവയിലേക്ക് നീങ്ങുന്നു. എന്നാൽ ആ നൂൽ ഒരിക്കലും വലിച്ചില്ലെങ്കിൽ ലങ്കയിലെ പണ്ഡിതരാജാവായ രാവണൻ തൻ്റെ മനസാക്ഷിയുടെ അല്ലെങ്കിൽ അവൻ്റെ കൗശലത്തിൻ്റെ മന്ത്രങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ലോകത്തെ സങ്കൽപ്പിക്കുക. സീതയെ പിടിക്കുന്നതിനു പകരം അവൻ നിഴലേക്ക് പിൻവാങ്ങുകയും രാമൻ്റെ വനവാസം തകർക്കപ്പെടാതെയും എന്നാൽ സമാധാനപരമായിരിക്കുകയും ചെയ്യുന്ന ഒരു ലോകം. നമുക്കറിയാവുന്ന രാമായണം അലിഞ്ഞുചേരുന്നു. സമുദ്രത്തിൽ കുതിക്കുന്ന ഹനുമാനില്ല, കൽപ്പാലങ്ങളില്ല, അഗ്നിപരീക്ഷയില്ല. എന്നിട്ടും യുദ്ധത്തിൻ്റെ അഭാവം, പോരാട്ടത്തിൻ്റെ അഭാവം അർത്ഥമാക്കുന്നില്ല. നടക്കാത്ത റോഡുകളുടെ കഥയാണിത്. യോദ്ധാരാജകുമാരനായ രാമൻ ഒരിക്കലും പ്രതികാരത്തിൽ വില്ലുയർത്തില്ല, എന്നാൽ നീതിയുടെ ശാന്തമായ ഭാരങ്ങളുമായി ഇഴയുന്ന ഒരു മർത്യനായ രാജാവായി ഭരിക്കുന്നു. ഒരിക്കലും അഗ്നി പരീക്ഷിക്കാത്ത സീത ലേക്ക് തൻ്റെ പ്രതിരോധശേഷി പകരുന്നു. രാവണൻ അജയ്യനായിട്ടും പൂർത്തീകരിക്കപ്പെടാതെ തൻ്റെ സുവർണ നഗരത്തിൽ ജീർണിക്കുന്നു. അവൻ്റെ അഭിമാനം സ്വർഗത്തെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന വിശപ്പിലേക്ക് ചുരുങ്ങുന്നു. ഇവിടെ ധർമ്മത്തിൻ്റെ കോസ്മിക് നൃത്തം പൊരുത്തപ്പെടുന്നു. വിഷ്ണുവിൻ്റെ പദ്ധതികൾ പുതിയ രൂപത്തിലേക്ക് മാറുന്നു. ഹീറോകൾ അപ്രതീക്ഷിതമായ വഴികളിലൂടെ ഉയരുന്നു. വിധിയെ മറികടക്കാൻ കഴിയില്ലെന്ന് വില്ലന്മാർ കണ്ടെത്തുന്നു. പുനർരൂപം മാത്രം. ചോദ്യം നീണ്ടു നിൽക്കുന്നു: ഒരൊറ്റ തിരഞ്ഞെടുപ്പിന് വിധിയുടെ ഘടനയെ മാറ്റാൻ കഴിയുമോ? അതോ പ്രപഞ്ചം അതിൻ്റെ അനന്തമായ ജ്ഞാനത്തിൽ പ്രകാശത്തെയും നിഴലിനെയും സന്തുലിതമാക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുകയാണോ? പറയാത്ത ഒരു രാമായണത്തിലേക്ക് സ്വാഗതം. അവിടെ രാവണന്റെ സംയമനം സമാധാനമല്ല, മറിച്ച് മറ്റൊരു കൊടുങ്കാറ്റാണ്. രാമനെയും ലക്ഷ്മണനെയും മരുഭൂമിയിലേക്ക് ആകർഷിക്കാൻ രൂപകൽപ്പന ചെയ്ത സൈറൻ ഗാനമായ ദണ്ഡകവനത്തിലൂടെ സ്വർണ്ണമാനുകളുടെ കരച്ചിൽ പ്രതിധ്വനിച്ചു. ആശ്രമത്തിൽ തനിച്ചായ സീതയ്ക്ക് അന്തരീക്ഷം അസ്വസ്ഥതയോടെ കട്ടികൂടിയതായി തോന്നി. കാണാതെ രാവണൻ തൻ്റെ സ്വർഗീയ രഥത്തിൽ നിന്ന് അവളെ നിരീക്ഷിച്ചു. അവൻ്റെ 10 മനസ്സുകൾ യുദ്ധം ചെയ്യുന്നു. ജ്ഞാനത്തിനെതിരെ അഹങ്കാരം, ഭയത്തിനെതിരെ ആഗ്രഹം. ബ്ലേഡ് പോലെ മൂർച്ചയുള്ള മണ്ഡോദരിയുടെ ശബ്ദം അവൻ്റെ ചിന്തകളിലൂടെ കടന്നുപോയി. അവളെ സ്പർശിക്കുക, നിങ്ങൾ ഞങ്ങളെയെല്ലാം നശിപ്പിക്കും. ആദ്യമായി രാവണൻ മടിച്ചു. ഒരിക്കൽ ശിവനെ പ്രീതിപ്പെടുത്താൻ വീണ പറിച്ച അവൻ്റെ വിരലുകൾ വിറച്ചു. യോഗ്യനായ ഒരു ശത്രുവില്ലാതെ എന്താണ് വിജയം? അവൻ നിഴലേക്ക് പിൻവാങ്ങി. ഇരുണ്ട ചിരിയുടെ അലയൊലികൾ മാത്രം ബാക്കിയാക്കി രഥം അപ്രത്യക്ഷമായി. രാമൻ ശ്വാസമടക്കി കൈകൂപ്പി വണങ്ങി മടങ്ങിയപ്പോൾ പ്രഭാതത്തിലേക്ക് ഒരു സ്തുതിഗീതം മുഴക്കിയ സീത ശാന്തയായിരിക്കുന്നതായി കണ്ടു. രാമായണയുദ്ധം മരിച്ചുപോയതാണ്. രാമനും സീതയും ലക്ഷ്മണനും 14 വർഷത്തെ വനവാസം ശാന്തമായ ഐക്യത്തോടെ പൂർത്തിയാക്കി. പഞ്ചവടിയിലെ വനങ്ങൾ സീതയുടെ സംരക്ഷണത്തിൽ തഴച്ചുവളർന്ന അവളുടെ കൈകൾ ഔഷധസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചു. അവളുടെ ശബ്ദം ആദിവാസി തർക്കങ്ങളെ ശമിപ്പിച്ചു. എന്നിട്ടും പറയാത്ത ശൂന്യതയിൽ രാമന്റെ ഹൃദയം വേദനിച്ചു. ദൈവങ്ങൾ വാഗ്ദത്തം ചെയ്ത ഉദ്ദേശ്യം എവിടെയാണ്? നക്ഷത്രങ്ങളെ നോക്കി അവൻ ആശ്ചര്യപ്പെട്ടു. തിരിച്ചുവരവ് ആരവമുയർത്തുന്ന ജനക്കൂട്ടത്തോടും പൂക്കളുമായി ആഘോഷിച്ചു. ഭരതൻ കണ്ണുനീർ രാമന്റെ ചെരുപ്പുകൾ അവന്റെ കാൽക്കൽ വെച്ചു. കരുണയോടെ ഭരിക്കുക, അദ്ദേഹം മന്ത്രിച്ചു. സീത രാമന്റെ അരികിൽ നിന്നു. രക്ഷിക്കപ്പെട്ട രാജ്ഞിയായിട്ടല്ല, പങ്കാളിയായി. അവൾ നിയമങ്ങൾ പരിഷ്കരിച്ചു. അനാഥരായ പെൺകുട്ടികൾക്കായി സ്കൂളുകൾ തുറന്നു. വിശുദ്ധിയെ ജനനത്തോട് തുലനം ചെയ്യുന്ന പുരോഹിതന്മാരെ വെല്ലുവിളിച്ചു. പ്രഭുക്കന്മാർ മുറുമുറുത്തു. കിണർ കുഴിക്കുകയും തത്വചിന്തയെക്കുറിച്ച് തർക്കിക്കുകയും ചെയ്യുന്ന ഒരു രാജ്ഞി. ഇത് ധർമ്മമല്ല. അവർ ചീറിപ്പാഞ്ഞു. എന്നാൽ ആളുകൾ അവളെ ആരാധിച്ചു. ലങ്കയിൽ രാവണന്റെ കൊട്ടാരം തണുത്തു. അവൻ തൻ്റെ സിംഹാസന മുറിയിൽ നടന്നു. അവൻ്റെ അഹന്ത വിശന്നു. ഞാൻ സീതയെ ഒഴിവാക്കി. എന്തുകൊണ്ടാണ് ദൈവങ്ങൾ ഇപ്പോഴും എന്നെ അവഗണിക്കുന്നത്? അവൻ ഒരു പാനപാത്രം എറിഞ്ഞുകൊണ്ട് അലറി. വീഞ്ഞ് മാർബിളിൽ രക്തം പോലെ തെറിച്ചു. വിഭീഷണൻ മുട്ടുകുത്തി അപേക്ഷിച്ചു, സഹോദരാ, നിന്റെ ജ്ഞാനം ഉപയോഗിക്കുക. കവിതയെഴുതൂ, ക്ഷേത്രങ്ങൾ പണിയുലങ്ക സ്വർഗത്തേക്കാൾ വലുതാണെന്ന് തെളിയിക്കൂ. എന്നാൽ രാവണന്റെ അഭിമാനം ക്ഷയിച്ചു. പീഡിപ്പിക്കപ്പെട്ട ആത്മാക്കളുടെ നിലവിളികളിൽ നിന്ന് ആയുധങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് അവൻ ഇരുണ്ട കലകളിലേക്ക് തിരിഞ്ഞു. ഒരിക്കൽ വേദജ്ഞാനത്താൽ തിളങ്ങിയ അവൻ്റെ കണ്ണുകൾ ചുവന്നു തിളങ്ങി. രാമൻ എന്നോട് യുദ്ധം ചെയ്തില്ലെങ്കിൽ ഞാൻ ദേവന്മാരോട് തന്നെ യുദ്ധം ചെയ്യും. അവൻ്റെ ആദ്യ ലക്ഷ്യം കൈലാസ പർവ്വതം. രാവണന്റെ പടയോട്ടത്താൽ കൈലാസത്തിനു മുകളിലെ ആകാശം ഇരുണ്ടു. അവൻ്റെ പൈശാചിക സൈന്യങ്ങൾ ശിവന്റെ ഗണങ്ങളുമായി ഏറ്റുമുട്ടി. അവരുടെ അലർച്ച ഭൂമിയെ വിറപ്പിച്ചു.
നരകത്തിൽ കെട്ടിച്ചമച്ച ത്രിശൂലവുമായി രാവണൻ ശിവന്റെ കാളയായ നന്ദിയെ വെല്ലുവിളിച്ചു. നിന്റെ യജമാനനോട് പറയൂ, ഞാൻ അവന്റെ സിംഹാസനം അവകാശപ്പെടാൻ വന്നതാണെന്ന്. മല കുലുങ്ങി. ശിവൻ തന്റെ മൂന്നാം കണ്ണ് തുറന്നു. ക്രോധത്തിന്റെ സൂപ്പർനോവ. രാവണ, നീ ഒരിക്കൽ ജ്ഞാനിയായിരുന്നു. ഒരു വിഡ്ഢിയായി അവസാനിപ്പിക്കരുത്. രാവണൻ പ്രഹരിക്കും മുമ്പ് ഹിമപാതത്തിൽ ഒരു രൂപം ഉരുകിയ സ്വർണം പോലെയുള്ള കണ്ണുകളുള്ള ഒരു പേശി വാനര രൂപം പ്രാപിച്ചു. നീല നിറമുള്ള ഒരു രാജകുമാരന്റെ സ്വപ്നങ്ങളാൽ നയിക്കപ്പെടുന്ന ഹനുമാൻ ശ്വാസം മുട്ടി. അവന്റെ മുഷ്ടി ദിവ്യശക്തിയാൽ പൊട്ടിത്തെറിച്ചു, രാവണന്റെ ത്രിശൂലത്തെ തകർത്തു. ലോകത്തിന് ഇനിയും രാമനെ വേണം, ഹനുമാൻ അലറി. അദ്ദേഹത്തിന് ഇതുവരെ അറിയില്ലെങ്കിലും. ശിവന്റെ ചിരി പ്രതിധ്വനിച്ചു. അസുരരാജാവേ, വീട്ടിൽ പോകൂ. നിങ്ങളുടെ യുദ്ധം ഇവിടെയില്ല. അപമാനിതനായി രാവണൻ പിൻവാങ്ങി. എന്നാൽ അവന്റെ അഭിനിവേശം തീവ്രമായി. വർഷങ്ങൾ കടന്നുപോയി. സീതയുടെ പരിഷ്കാരങ്ങൾ ശാന്തമായ വിപ്ലവങ്ങൾക്ക് തിരികൊളുത്തി. വിധവകൾ നെയ്ത തുണിത്തരങ്ങൾ രാജകീയ വിപണികളിൽ വിൽക്കുന്നു. തരിശായി കിടന്ന പാടങ്ങളെ മഴ നനച്ചപ്പോൾ കർഷകർ അവളുടെ പേര് പാടി. എന്നിട്ടും കുശുകുശുപ്പുകൾ കോടതിയെ വിഷലിപ്തമാക്കി. പാരമ്പര്യത്തെ ധിക്കരിക്കുന്ന രാജ്ഞി ഒരു രാജ്ഞിയുമല്ല. ഒരു രാത്രി സീത രാമനെ നേരിട്ടു. എന്നെ നിശബ്ദനാക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നീ അവരെ അനുവദിക്കുമോ? രാമന്റെ മുഖം കഠിനമായി. ഞാൻ രാജാവാണ്. എല്ലാ ശബ്ദങ്ങളും സന്തുലിതമാക്കുക എന്നതാണ് എൻ്റെ കടമ. സീതയുടെ കണ്ണുകൾ തിളങ്ങി. ആ സ്വരങ്ങൾ സത്യത്തെ മുക്കിയാലും. അവൾ പുറത്തേക്കിറങ്ങി. അവളുടെ നിഴൽ നിലാവുള്ള രാത്രിയുമായി ലയിച്ചു. രാമന്റെ ഹൃദയം പിളർന്നു. കർത്തവ്യം വേഴ്സസ് സ്നേഹം, രാജാവ് വേഴ്സസ് ഭർത്താവ്. ദേവന്മാർ സ്വർഗത്തിൽ ഒത്തുകൂടി. അവരുടെ സ്വർഗീയ കോടതി ഉത്കണ്ഠയാൽ ജ്വലിച്ചു. ഇന്ദ്രന്റെ ഇടിമിന്നലുകൾ ദുർബലമായി മിന്നി. രാവണൻ ശക്തനാകുന്നു. രാമനു വയസ്സായി, ഇപ്പോ എന്താ? വിഷ്ണു ആദിശേഷന്റെ മേൽ ചാരിയിരുന്നു പുഞ്ചിരിച്ചു. രാമന്റെ സമാധാനം ഒരു പരീക്ഷണമായിരുന്നു. രാവണന്റെ അഹങ്കാരം അവനെ ഇല്ലാതാക്കും. കാണുക. ലങ്കയിൽ രാവണന്റെ ഭ്രാന്ത് മൂർച്ഛിച്ചു. സംഹാരത്തിന്റെ ദേവതയായ കാളിയെ വിളിക്കാൻ അദ്ദേഹം സ്വന്തം പുത്രനായ മേഘനാഥിനെ ബലി നൽകി. ആകാശം അഗ്നി മഴ പെയ്തു. ഇപ്പോൾ അലഞ്ഞുതിരിയുന്ന മഹർഷിയായ ഹനുമാന് ഭൂമിയുടെ വേദന അനുഭവപ്പെട്ടു. രാമന്റെ അറയിൽ പൊട്ടിത്തെറിച്ച് അയാൾ അയോധ്യയിലേക്ക് കുതിച്ചു. കർത്താവേ, ഭൂതം വരുന്നു. ലങ്കയുടെ നിഴൽ സൂര്യനെ വിഴുങ്ങുന്നു. നരച്ച മുടിയുള്ള രാമൻ വില്ലുയർത്തി. രാവണന്റെ സൈന്യം അയോധ്യയിൽ ഇറങ്ങി. രാക്ഷസന്മാരുടെയും ഉരുകിയ ഇരുമ്പിന്റെയും വേലിയേറ്റം. എന്നാൽ രാമന്റെ സൈന്യം തയ്യാറായി. കർഷകരും പുരോഹിതന്മാരും ഗോത്രവേട്ടക്കാരും അവന്റെ അരികിലും സീത മുന്നിലും നിന്നു. അയോധ്യ ഭയന്നു വഴങ്ങുന്നില്ല. അവൾ കരഞ്ഞു. യുദ്ധം ദിവസങ്ങളോളം നീണ്ടുനിന്നു. രാവണൻ രാമനോട് യുദ്ധം ചെയ്തു. അവരുടെ അസ്ത്രങ്ങൾ ധൂമകേതുക്കളെപ്പോലെ ഏറ്റുമുട്ടി. നീ ഒരിക്കലും നായകനായിരുന്നില്ല രാമ, രാവണൻ പരിഹസിച്ചു. നിങ്ങൾ ദൈവങ്ങളുടെ ഒരു പണയക്കാരൻ മാത്രമാണ്. രാമന്റെ ശബ്ദം ശാന്തമായിരുന്നു. നീ രാവണ, നിന്റെ അഭിമാനത്തിന്റെ ഒരു പണയമാണ്. അവസാന നിമിഷത്തിൽ മുറിവേറ്റവരെ സുഖപ്പെടുത്താൻ ഔഷധസ്യങ്ങളുടെ ഒരു മലയും വഹിച്ചുകൊണ്ട് ഹനുമാൻ താഴേക്ക് കുതിച്ചു. രാവണൻ ശ്രദ്ധ തെറ്റി പതറി. രാമന്റെ അസ്ത്രം അവന്റെ ഹൃദയത്തിൽ തുളച്ചുകയറി. ഒരിക്കൽ വിധി വിധിച്ചതുപോലെ നാഭിയിലൂടെയല്ല, മറിച്ച് അവന്റെ അഭിമാനം ക്ഷയിച്ച മനസ്സിലൂടെയാണ്. രാവണൻ വീണു. അവന്റെ അവസാന ശ്വാസം ഒരു മന്ത്രിച്ചു, എനിക്ക് ഒരു കവിയാകാമായിരുന്നു. രാമനും സീതയും പതിറ്റാണ്ടുകളായി ഭരിച്ചു. അവരുടെ പൈതൃകം നീതിയുടെയും ശാന്തമായ കലാപത്തിന്റെയും മുദ്രയാണ്. അവർ സരയൂ നദിയിൽ അപ്രത്യക്ഷമായപ്പോൾ ലോകം കരഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് ശേഷം വ്യാസൻ എന്ന അന്ധനായ മുനി മഹാഭാരതം വിവരിച്ചു. ഒരു നിഴൽ അനുഭവപ്പെട്ട് അയാൾ നിർത്തി. എന്തുകൊണ്ടാണ് കൗരവർ രാവണനെ പോലെ യുദ്ധം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ദുര്യോധനന്റെ അഹങ്കാരം? ഇപ്പോൾ നിത്യനായ ഹനുമാൻ ഹിമാലയത്തിന്റെ മുകളിൽ ഇരിക്കുന്നു. സമയം തന്നെ കാത്തുസൂക്ഷിക്കുന്നു. അവന്റെ ചിരി കൊടുമുടികളിലൂടെ മുഴങ്ങുന്നു. കഥകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അവർ വസ്ത്രങ്ങൾ മാറ്റുന്നു.